കോയമ്പത്തൂരിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി തളിയൂരിലെ വീടുകളിൽ കയറിയ കാട്ടാനകൾ അരിയും തേങ്ങയും ഭക്ഷിച്ചു. തുടർന്ന് വീടിന്റെ പിൻവാതിൽ തകർത്ത കാട്ടാന സാധന സാമഗ്രികളും ഒരു ബൈക്കും നശിപ്പിച്ചു. വിനയ് ഉണ്ണിയുണ്ട്. വിനയ്, എന്തൊക്കെ പരാക്രമം കാട്ടി? ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിനയ്, എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാക്കി? എത്ര ആന ഉണ്ടായിരുന്നു? പ്രജീഷ്, ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് കോയമ്പത്തൂരിന് സമീപം തളിയൂരിൽ കാട്ടാനകൾ വീട്ടുവളപ്പിൽ കയറിയത്. തളിയൂരിലെ വീടുകളിലെ വളപ്പുകളിൽ കയറി 2 കാട്ടാനകൾ വീടുകളിൽ കയറി സാധന സാമഗ്രികൾ ഭക്ഷിക്കുകയായിരുന്നു. ഇതിലൊരു വീടിന്റെ പിൻവാതിൽ തകർത്ത കാട്ടാന അവിടെ ഉണ്ടായിരുന്ന അരിയും തേങ്ങയും എല്ലാം ഭക്ഷിച്ചുവെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. വീടിന്റെ പിൻവാതിൽ പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. ഈ മുറിക്കകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ ഉൾപ്പെടെ പൂർണ്ണമായും തകർത്തു. മാത്രമല്ല, അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കും ഇപ്പോൾ ആന പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ചില മറ്റു വാഹനങ്ങൾക്ക് ഉൾപ്പെടെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെ 1:30 കൂടിയായിരുന്നു ഈ സംഭവം. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ഈ ഇതിൽ നടന്നത്. ഈ വലിയ ശബ്ദം കേട്ടാണ് പിന്നീട് വീട്ടുകാർ ഉണർന്നത്. നോക്കുമ്പോൾ 2 കാട്ടാനകൾ വീട്ടുവളപ്പിൽ നിൽക്കുകയായിരുന്നു വീടിന്റെ പിൻവശത്ത്. തുടർന്ന് ഈ വാതിൽ തകർത്ത് ഈ അരി തേങ്ങ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഭക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. തുടർന്ന് വനം വകുപ്പിനെ വീട്ടുകാർ വിവരം അറിയിച്ചു. പിന്നീട് വനം വകുപ്പ് എത്തിയാണ് ആനകളെ വിരട്ടി കാട്ടിലേക്ക് ഓടിച്ചത്.